Good morning, all. Good morning, Miss. Good morning, ma'am. നമുക്ക് പുതിയൊരു ടോപ്പിക് എടുക്കാതെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? എല്ലാവരുടെയും കയ്യില് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ PDF ഉണ്ടല്ലോ അല്ലേ? അപ്പോ നമുക്ക് അതിന്റെ ഒരു ഇതെടുക്കാം. അതായത് നമുക്കറിയാം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും വേണ്ടിയിരിക്കുന്ന ഒരു ഫീൽഡാണ് അല്ലെ? ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ നഴ്സുമാരുടെ ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കുക, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഹെഡിങ്ങുള്ള ചാപ്റ്റർ എടുക്കുക. ഇത് വ്യത്യസ്ത ചാപ്റ്റർ ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണിച്ചിരിക്കുന്നത് 28 ആണ്. നിങ്ങളുടെ കയ്യിലുള്ളവര് നഴ്സിംഗ് 2 ആണെങ്കിലും അത് എടുക്കാം. അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിലെന്താണ് നമ്മൾക്ക് നഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആരോഗ്യ പ്രവർത്തകരായിട്ട് പ്രധാനമായിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ശുശ്രൂഷ നടപടികൾ ചെയ്യുന്നത് എന്താണ് നഴ്സുമാരാണ്. അപ്പൊ അവരുടെ ആ ഒരു നടപടി കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തുടങ്ങാതെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണ്? നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫർ സർവീസ് വിച്ച് ബെനിഫിറ്റ്സ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ. അതെന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ. ആ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാണ്. ആ തൊഴിലുമായി ബന്ധപ്പെട്ട എന്താണ് പ്രധാനമായിട്ടും പേഷ്യൻസിനെ നല്ല രീതിയിൽ അവർക്ക് നല്ല ഒരു കെയർ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സേവനം ചെയ്ത് കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് എന്ന് പറയുന്നത് നഴ്സ് എന്ന പ്രൊഫഷനിൽ ഉള്ള വ്യക്തികൾ. ഓക്കെ, ഇനി നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയൺമെന്റ്. ആ ഒരു ഹെൽത്ത് കെയർ, ആ ഒരു ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് അതിന്റെ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ആ ഒരു ലീഡർഷിപ്പ് അവര് മുന്നോട്ട് നിന്ന് അല്ലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്തു വരുന്നത്. അവര് തന്നെ ആരോഗ്യത്തിന് ഇന്ന ഗുളികകൾ കഴിക്കണം, ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം മാറും. ഇൻ കേസ് നമുക്ക് പേഷ്യൻസിന് പല പല ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം അവര് ലീഡർഷിപ്പോട് കൂടിയിട്ട് മുന്നിട്ട് നിന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാത്രമേ ആ അസുഖങ്ങൾ അല്ലെ മെഡിസിൻസും എന്താ പറയുക കുറച്ച് ശുശ്രൂഷ മാത്രമല്ല മനോധൈര്യം കൂടി വേണം അല്ലെ. അത് കൂടി കാത്തിരുന്ന ഒരു സേവനം ആര് തരുന്നുണ്ട്? നഴ്സുമാര് തരുന്നുണ്ട്. അത് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയൺമെന്റ്. ഹെൽത്ത് കെയർ എൻവയൺമെന്റിന്റെ മുൻകൈയെടുക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നുണ്ട്. The definition of administration refers to the collection of people who are in charge of making and applying laws and norms of those in leadership position who come for important tasks such as. അതായത് ഈ നഴ്സുമാര് എത്രയും നഴ്സുമാരെയൊക്കെ കണ്ടുപിടിക്കാം, അത്രയും നഴ്സുമാരാണല്ലോ പേഷ്യൻസിനെ നന്നായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെ എത്രത്തോളം നഴ്സുമാരെയാണ് വേണ്ടത് ഇത്ര പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തയോട് കൂടിയിട്ട് മുന്നിട്ട് വന്നിട്ട് എന്താണ് അവരെ കൈകാര്യം ചെയ്തിരിക്കും. ഒരു മാനേജ്മെന്റ് തലത്തിലൊക്കെ ചിന്തിച്ച് അവരുടെ ഡിസിഷനൊക്കെ എടുക്കും. അപ്പൊ ഇത്തരത്തില് ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു collection of people who are in charge of making and applying laws and norms. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് ലോസുകൾ, നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര പേഷ്യൻസിനെ ഇത്ര നഴ്സുമാർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാം, അതിൽ കിടന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇത്ര നഴ്സുമാരാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്ര നഴ്സുമാർ, അങ്ങനെ പല രീതിയിൽ അവരെ മൊത്തത്തിൽ വാല്യൂ ചെയ്തിട്ട് കുറച്ച് നിയമങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അത് ഭരണ ചുമതലയിലുള്ള ലീഡർഷിപ്പിലുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത്. Or those in leadership position who come for important task such as staffing process. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ ടാസ്കുകൾ ചെയ്യുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരാണ് എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലുള്ള പ്രവർത്തകർ എന്ന് പറയുന്നത്.
നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ കൊടുക്കുന്ന വ്യക്തികളാണ്, അവരാണ് ആ സേവനങ്ങൾ ചെയ്യുന്നത്, നഴ്സുമാരാണ്. ഇത് ഈ നഴ്സുമാരുടെ നമ്മളൊക്കെ അറിയാം, ഇവർക്ക് ഈ ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വീതിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ എന്താണ്, ഒരു ലീഡർഷിപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ഒരു കാര്യങ്ങൾ വീതിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ് ഇത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ചാർജ് ഓഫ് മേക്കിംഗ് ആൻഡ് അപ്ലൈയിങ് ലോസ് ആൻഡ് നോംസ്. അവരാണ് എന്ത് കുറച്ച് ലോകൾ, നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഇറക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും ഈ പേഴ്സൺസ് സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് നഴ്സുമാര് എത്രത്തോളം അവിടെ നഴ്സ് ഒരു ഹോസ്പിറ്റലാണെങ്കിലും കുറെ നഴ്സുമാരുടെ ആവശ്യകതയുണ്ടോ? പല ഫീൽഡുകളുണ്ടല്ലേ, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇന്ന നഴ്സുകളുടെ പോസ്റ്റിംഗ് ആവശ്യമുള്ളൂ. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ അധികം വേണ്ടി വരും, ചില ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചേ വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പോട് കൂടിയിട്ട് ഒരു നേതൃത്വ നിരയിൽ കുറെ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഇറക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ കൂട്ടി പറയുന്നതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭരണ നിർവഹണ അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന നഴ്സുമാര് എന്നുള്ള ലേബലില് ഇവരെ അറിയിക്കാം. ഇനി സ്റ്റാഫിംഗ് എന്താന്ന് നോക്കാം. സ്റ്റാഫിംഗ് മീൻ ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതെപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നഴ്സുമാരുടെ ആവശ്യകതയുണ്ട്. അത് ചിലര് വന്ന് കയറും, നന്നായിട്ട് തന്നെ കുഴപ്പമില്ലാതെ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സേവനം ചിലപ്പോൾ തൃപ്തികരമാവാം, ചിലപ്പോൾ ചിലർക്ക് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ എന്താണ്, ചിലർക്ക് ചില ജോലികൾക്ക് എബിലിറ്റി അല്ലെ, അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കില്ല. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്റ്റാഫുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്ത്, ഈ നഴ്സുമാരെ കണ്ടുപിടിക്കുക, പ്രോസസ് ഓഫ് സെർച്ചിങ്, അവരെ കണ്ടുപിടിക്കുക, ചൂസിങ്, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അനലൈസിങ്, അവരെ വിശകലനം ചെയ്യുക, ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. ഇപ്പൊ നിലവിലുള്ള ആ ഒരു സാഹചര്യത്തില് അവരെ അപ്ലൈ ചെയ്യുക, അതായത് അവരെ വിനിയോഗിക്കുക. ഇൻ കേസ് ഭാവിയിൽ ഇത്തരത്തിലുള്ള വേക്കൻസികളൊക്കെ വരുമ്പോൾ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂടി കണ്ടെത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് ഇത് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ്, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഓഫ് സെർച്ചിങ്, നഴ്സുമാരെ കണ്ടെത്താനായിട്ട്, ചൂസ്, അത് അവരിൽ നിന്ന് തെരഞ്ഞെടുക്കാനായിട്ട്, ദെൻ അനലൈസിങ്, അവരെ വിശകലനം ചെയ്ത്, ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, ആ വർക്കിനോട് ചേർത്തുകൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഇൻ കേസ് പ്രസന്റില് അങ്ങനെ നിർത്തുക, ദെൻ വീണ്ടും ഫ്യൂച്ചറില് ആവശ്യകതയുണ്ടെങ്കിൽ അവരെ, ആ എംപ്ലോയീസിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്താ പറയണ, ഈ അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലുള്ള വ്യക്തികളാണ് എന്ത്, ഈ സ്റ്റാഫിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നത്. സ്റ്റാഫിംഗ് എന്താന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റാഫിംഗ് പ്രോസസ് എന്താന്ന് നോക്കാം. സ്റ്റാഫിംഗ് പ്രോസസ് involves a manpower planning to have the right person in the right position. That means, അതായത് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമ്മൾക്ക് വിവിധ ജോലികളുണ്ട് അല്ലെ. ചിലപ്പോൾ ഡ്രസ്സിങ്ങും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു നഴ്സിന്റെ ആവശ്യകതയായിരിക്കും. ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നഴ്സിന്റെ ആവശ്യകതയായിരിക്കും. ചിലപ്പോൾ ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നഴ്സിന്റെ ആവശ്യകതയായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലെ നഴ്സിംഗുകളുടെ ആവശ്യമുണ്ട്. റോഡിലുണ്ടാവുന്ന നഴ്സിംഗിന്റെ ആവശ്യകത ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള നഴ്സിംഗിന്റെ വ്യക്തികളെ ആവശ്യമുണ്ടാവും. നമുക്കറിയാം, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ആ ഒരു ഗ്രാജുവേറ്റ് അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് നഴ്സിംഗ് ആണ്. പക്ഷെ ഓരോരുത്തർക്കും പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ ആ ഭാഗത്തേക്ക് യൂസ് ചെയ്ത് ആ ഭാഗത്ത് ജോലി കണ്ടിന്യൂ ചെയ്താണ് അവിടെ എംപ്ലോയി മാറുന്നത് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കറക്റ്റ് പേഴ്സൺസിന് കറക്റ്റ് സ്ഥലത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ നഴ്സിനെ വിലയിരുത്തേണ്ടതുണ്ട്. ചില നഴ്സുമാർക്ക് ഭയങ്കര പേടിയും എന്താ പറയണ, ചിലപ്പോ അക്കാദമിക് ക്വാളിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. ചിലപ്പോ എന്താണ്, അവർക്ക് ചില ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് അത് കൈകാര്യം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത നഴ്സുമാരാണെങ്കിൽ എന്താണ്, അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് അവിടെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ അങ്ങനെ കണ്ടെത്തേണ്ടതുണ്ട് ഈ വ്യക്തികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതാണ് പറയുന്നത് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓരോ കൃത്യമായ പൊസിഷനിലും ഓരോ കൃത്യമായിട്ടുള്ള പേഴ്സന്റെ ആവശ്യകതയുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റാഫിംഗ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് identifying the type and the amount of nursing care needed by the patient and selecting and appointing personnel from the obtained applications. അതായത് നേടിയിരിക്കുന്ന ഇപ്പൊ നമുക്ക് അറിയാം ഹോസ്പിറ്റലിൽ എത്രത്തോളം വേക്കൻസി ഉണ്ടോ ആ വേക്കൻസിനേക്കാൾ അധികമായിട്ട് ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് വന്നിരിക്കാം. അവരിൽ നിന്ന് നല്ല കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ ഓരോ പ്ലേസിൽ ഏത് പ്ലേസിലാണോ വിടവ് വന്നിരിക്കുന്നത് അവിടേക്ക് നിയമിക്കേണ്ടതുണ്ട്. അപ്പൊ റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിലേക്ക് നിയമിക്കേണ്ട ആ ഒരു പ്രവർത്തനം നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. That means the staffing process consists of identify the type and the amount of nursing care needed by the patient. പേഷ്യന്റിനനുസരിച്ച് ഇപ്പൊ ചിലപ്പോൾ കിടന്ന് ഉള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ നഴ്സുമാരുടെ സപ്പോർട്ടീവ് ആവശ്യമാണ് അല്ലെ, അവരുടെ സേവനം കൂടുതലായിരിക്കും. അതേസമയം സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ സ്റ്റാഫുകളുടെ ജോലി എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്റ്റാഫുകളുടെ ആവശ്യകത ഉണ്ടാവും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് അത്രയും നഴ്സുമാരുടെ ആവശ്യകത എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കിടപ്പ് പേഴ്സൺസ് ആണ് കൂടുതലെങ്കിൽ അവരുടെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ കൂടുതൽ നഴ്സുമാരെ വിനിയോഗിക്കേണ്ടതുണ്ടാവാം. അതേസമയം സെൽഫായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് അവിടേക്ക് ചിലപ്പോൾ അധികം നഴ്സുമാരെ പ്രോപ്പർട്ടി കൊടുക്കേണ്ടതുണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിലാണ് നടക്കുന്നത്. അപ്പൊ സ്റ്റാഫുകളെ കണ്ടെത്തുക എന്നുള്ളതും സ്റ്റാഫിംഗ് പ്രോസസ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സെർച്ച് ചെയ്യുക നഴ്സുമാരെ, അവരെ ചൂസ് ചെയ്ത് അത് തിരഞ്ഞെടുക്കുക, പിന്നെന്താണ് അവരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ക്രിയേറ്റിംഗ് ആ വർക്കിങ്ങിലേക്ക് അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതിനുശേഷം ഇൻ കേസ് ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ അതിനും വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗിൽ വരുന്നത്. ഇനി സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ചില പ്ലേസുകൾ ജോബുമായി ബന്ധപ്പെട്ടാണ് അല്ലെ, ചില ജോലിയിൽ ഇത്രയും ആവശ്യകത ഉണ്ടാവുള്ളൂ. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട എത്രത്തോളം ആവശ്യകതയുണ്ടെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സ്റ്റാഫുകളെ കണ്ടെത്തി വെക്കുക എന്നുള്ളത് സ്റ്റാഫിംഗിൽ വരുന്നതോടൊപ്പം തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത് എന്താണ്, ജോലികൾ എത്രത്തോളം എങ്ങനത്തെയാണ്. ചില കുറെ പേഷ്യൻസിന് കുറെ നഴ്സുമാരുടെ ആവശ്യകതയുണ്ടോ, കുറച്ച് നഴ്സുമാരുടെ ആവശ്യകതയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഷിഫ്റ്റിലാണോ കൂടുതൽ പേഴ്സന്റെ ആവശ്യകത, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ടാസ്കുകളൊക്കെ ചെയ്യുന്നത് എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലാണ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെയാണോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ള കാര്യം എന്തെങ്കിലും ക്ലിക്കായോ? ഇതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഒരു ഇതിന്റെ ഒരു PDF സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ട്രബിൾ ആയിരിക്കും അല്ലെ, എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നഴ്സിംഗ് എന്താണ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതും സ്റ്റാഫിംഗും സ്റ്റാഫിംഗ് പ്രോസസ്സും ഓരോ പ്രവർത്തനം അവരുടെ രണ്ട് ടാസ്കുകളും അവരാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നുണ്ട്. അതായത് നഴ്സിംഗ് ഇസ് എ പ്രൊഫഷൻ, അതൊരു പ്രൊഫഷൻ ആണ്. ദാറ്റ് ഓഫേഴ്സ് സർവീസ് വിച്ച് ബെനിഫിറ്റ്സ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ. ആ സർവീസ് ആർക്ക് വേണ്ടിയിട്ടുള്ള സേവനമാണ് അവർ പ്രദാനം ചെയ്യുന്നത്? നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട്, ആ ജനങ്ങളുടെ നല്ല ആരോഗ്യകരമായ കാര്യങ്ങൾക്കുള്ള സേവനം ചെയ്യുക എന്ന പ്രവർത്തനമാണ് നഴ്സിംഗിൽ നടക്കുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. അത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് അല്ലെ, ലീഡിംഗ് ചാർജ് ഉള്ള ഒരു മേഖലയാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. The definition of administration refers to the collection of people who are in charge of making and applying laws and norms. അതായത്
നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഇറക്കുന്ന ലീഡർഷിപ്പോട് കൂടിയിട്ടുള്ള വ്യക്തികളുടെ നഴ്സിംഗ് ഫീൽഡിലുള്ള അവരിതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി വീണ്ടും പറയുന്നുണ്ട്, താഴെ പറയുന്ന ചില ടാസ്കുകളെല്ലാം ആരാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാഫിംഗ് പ്രോസസ്സാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് നഴ്സുമാരെ കണ്ടെത്തുന്നത്, അവരെ കണ്ടെത്തുക, അവരെ ചൂസ് ചെയ്യുക, അവരെ വിശകലനം ചെയ്യുക, പിന്നെ ഇപ്പൊ നിലവിൽ പ്രസന്റ് ആയിട്ടുള്ള പ്ലേസുകളിലേക്ക് അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ഇൻ ഫ്യൂച്ചറിൽ വരികയാണെങ്കിൽ അവരെ വിടവ് നികത്താൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തുക. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്, ആ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്ര തരത്തിലുള്ള നഴ്സുമാരെ വേണം, എത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അവിടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോസസ്സുകളാണ് നഴ്സിംഗ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉള്ളത് എന്നുള്ളതാണ്. അതായത് റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ നിയമിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഇനി നമുക്കുള്ളത് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലോജിക്കൽ ആയിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നോക്കാൻ എന്താണെന്നുള്ളത് റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് ദി എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യൻസ്. അതായത് പേഷ്യൻസിന് അനുസൃതമായിട്ട് എത്രത്തോളം നഴ്സുകളുടെ ആവശ്യകതയുണ്ടെന്നും റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട്. Then selecting and appointing employees from available applications. കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വെച്ച് സെലക്ട് ചെയ്തിട്ട് ആ നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ലോജിക്കൽ ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, അതിന്റെ ഇതിൽ പറയുന്നത്. ഇനി അതിന്റെ എയിം ആണ് നെക്സ്റ്റ് പറയുന്നത്. എയിം ഓഫ് ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതായത് എത്രത്തോളം ആവശ്യകതയുണ്ട്, then ആപ്ലിക്കേഷൻസ് കിട്ടിയതിന് അനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അങ്ങനെയുള്ള രണ്ട് കാര്യമാണ് ആ പോയിന്റിൽ പറഞ്ഞത്. ഇനി അതിന്റെ എയിംസ് ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺടാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. ലക്ഷ്യം എന്നുള്ളത് അല്ലെ, നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേഷൻ പവറിലിരിക്കുന്ന ഒരു ലക്ഷ്യമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നഴ്സുമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? ഫസ്റ്റ് വൺ പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ്. നല്ല രീതിയിലുള്ള സേവനം അത് ആ ഹോസ്പിറ്റലിൽ സാധ്യമാക്കുക. ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് എന്നുള്ളതാണ് ഫസ്റ്റ് എലമെന്റ്സിൽ പറയുന്നത്. സെക്കൻഡ് വൺ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ stimulating environment with job satisfaction as well as a chance to develop their knowledge and skill. അതായത് നമുക്കറിയാം ഓരോ പ്രൊഫഷനിൽ അവര് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നഴ്സുമാർ വരുന്നത് അല്ലെ. നമുക്കറിയാം ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അപ്പോയിന്റ്മെന്റ്സ് കിട്ടുകയുള്ളൂ. പക്ഷെ അവർക്ക് എന്താണ് അവരുടെ ജോബ് അത് സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയോടുകൂടിയിട്ട് ചെയ്യാനായിട്ട് സാധ്യമാക്കണം അല്ലെ. അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടി മാത്രം നമുക്ക് സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽ ആസ് എ ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കില്ല്. അവരുടെ ആ നോളജ് അല്ലെങ്കിൽ ആ കഴിവ് വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, ചിലപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് അവരുടെ നോളജും സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിച്ച് അവർക്ക് ആ ജോലിയോട് നല്ല ഇൻട്രസ്റ്റീവ് ആയിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? നമുക്ക് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിന്റെ എന്താണ് ലക്ഷ്യം അത് പ്രോഫിറ്റബിൾ ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. സംതൃപ്തിയോടുകൂടി ചെയ്യുമ്പോൾ അത് സ്പീഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രധാന മാർഗം. അതായത് അവര് നമ്മൾക്ക് അറിയാം ഒരു നഴ്സുമാരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാം, അതേമാതിരി തന്നെ കറക്റ്റ് പേഴ്സണൊക്കെ ആയിരിക്കണം പ്ലേസിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു പ്രജ്ഞാനമായ ഒരു മിതമായ മാനേജ്മെന്റും അവിടെയുള്ള നഴ്സുമാർ ജോലിക്കാരും തമ്മിലുള്ള ഒരു നല്ലൊരു രീതിയിലും കൂടി റൺ ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷൻ ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ അല്ലെ. അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് സംതൃപ്തമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഓക്കെയാണ്. അത് സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാനേജ്മെന്റ് തലത്തിലും എന്താണ്
നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാവണം അല്ലെ, നല്ലൊരു അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ കൊടുത്തുകൊണ്ട് അവരെ പണിയെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നല്ല വിചാരിച്ച റിസൾട്ട് നേടി ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ. നല്ല കാര്യക്ഷമമായിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സർവീസ് ഇൻ ദ മോസ്റ്റ് ഫാക്കൽമാൻ, അതെങ്ങനെയാണ് അത് കാഴ്ചവെക്കേണ്ടത്? നല്ല ഒരു ഇതിന് നല്ല അപ്രോച്ച് മാനേജ്മെന്റിന്റെ തലത്തിൽ നിന്നും നല്ലൊരു സേവനം കാഴ്ചവെക്കുന്ന രീതിയിൽ സർവീസ് ഇൻ ദ മോസ്റ്റ് ഫാക്കൽമായിരിക്കണം അത് കൊടുക്കുക. അങ്ങനെ 3 എലമെന്റ്സ് ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എയിമില് വരുന്നത്, ലക്ഷ്യത്തില് വരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്. ഇനി നമ്മുടെ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കുറച്ച് പേഴ്സൺസിനൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്, അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ്. ഇനി അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിങ്ങിലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കണ്ടിന്യൂ ചെയ്യാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. അതായത് നമുക്കറിയാം നല്ല എത്രത്തോളം എണ്ണം പേഴ്സൺസിന് അപ്പോയിന്റ്മെന്റ് ചെയ്യണം, അവർ എത്രത്തോളം ക്വാളിറ്റി അല്ലെ നല്ല ഗുണമേന്മയുള്ള സേവനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. എന്താന്ന് നോക്കാം. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ഫോർ കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. അതായത് നമുക്കറിയാം നല്ല കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അല്ലെ അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലാത്ത പേഴ്സൺസിനെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്താൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ സേവനം നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കില്ല. അവര് രോഗങ്ങൾക്ക് പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരേണ്ടതൊക്കെ വരും. അപ്പൊ കറക്റ്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. കൈൻഡ് ഓഫ് സർവീസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ, എങ്കിൽ മാത്രമേ അവർക്ക് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ. യൂട്ടിലൈസേഷൻ എന്താണോ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. The nursing staff must be allotted work in such a way that the knowledge skill acquired are best used for the purpose they were imparted or trained. അവർക്ക് നമുക്കറിയാം നല്ല ക്വാളിഫിക്കേഷൻ, നല്ല അക്കാദമിക് ക്വാളിഫിക്കേഷൻ, നല്ല കോളേജിലൊക്കെ ചിലപ്പോൾ നേടിയതായിരിക്കും. പക്ഷെ അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൂടി കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ ആ ജോലിയിൽ കൂടുതൽ സ്പീഡിൽ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താനൊക്കെ സാധിക്കും. അപ്പൊ ഒരു ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ഓർ ട്രെയിൻഡ്, അവർക്ക് ഒരു ട്രെയിനിങ് കൂടി ആവശ്യമാണ്. നല്ല ഉപയോഗപ്രദമാക്കണമെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് മസ്റ്റ് ബി അലോട്ടഡ്, അതിന് വേണ്ടിയിട്ട് അവരെ അലോട്ട് ചെയ്യണം. വർക്ക് സച്ച് എ വേ ദാറ്റ് നോളജ് സ്കിൽ അക്വയർഡ് ആർ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദേ വെയർ ഇമ്പോർട്ടഡ് ടു ട്രെയിൻ. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണം. സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ട്രെയിനിങ്ങും കൂടി പങ്കു കൊടുക്കണമെന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാമെന്ന ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ് എന്ന വേക്കൻസി വരുമ്പോഴെന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ള പേഴ്സൺസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. അവര് സെലക്ട് ചെയ്യുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവര് സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യുമ്പോഴെന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് മതിയായ സേവനം പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ. അതായത് ഇവർക്ക് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും, അവർക്ക് നല്ല രീതിയിൽ സേവനം കാഴ്ചവെക്കണമെങ്കിൽ എന്താണ് അവർക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് കൂടി കൊടുക്കണം. നല്ല കോളേജിലായിരിക്കും അവർ നഴ്സിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്, ഒരു പക്ഷെ നല്ല മാർക്കോട് കൂടിയിട്ട് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ എന്താണ് നമുക്കറിയാം നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു സേവനമാണ് അല്ലെ, അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമല്ല, ആ സേവനത്തിന്റെ ആ ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സേവനം കാഴ്ചവെക്കണമെങ്കിൽ എന്താണ് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള അലോട്ട് ചെയ്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ 2 കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നഴ്സുമാരെ കൈകാര്യം ചെയ്യാൻ. ചിലർക്ക് എക്സ്പീരിയൻസിലുള്ളവരെ അതുകൊണ്ടാണ് ചിലപ്പോൾ തെരഞ്ഞെടുക്കുന്നത്, കാരണം അവരുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ കൂടി നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഇൻ കേസ് നഴ്സുമാര് ക്വാളിഫിക്കേഷൻ മാത്രം ആണ്, ട്രെയിനിങ് വേണമെങ്കിൽ ട്രെയിനിങ് കൂടി. അങ്ങനെ 2 കാര്യമാണ് ഇത് പറഞ്ഞത്. ഇനി സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്, അതിലെന്താ പറയുന്നത്? Recognizing the nursing care hours needed to care for a patient for a day or for a shift. ചിലപ്പോ നമുക്കറിയാം നഴ്സുമാർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് 24 hours റണ്ണിങ് ആയിരിക്കണം അല്ലെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ.
അപ്പൊ എന്താണ് അവർക്ക് ടൈമുകൾ അനുവദിക്കേണ്ടതുണ്ട്, ഏത് ഷിഫ്റ്റാന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതാണ് പറയുന്നത് റെക്കഗ്നൈസിംഗ് നേഴ്സിംഗ് കെയർ ഹവേഴ്സ് നീഡഡ് ടു കെയർ ഓഫ് പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദിവസത്തിനനുസരിച്ചിട്ടോ ഒക്കെയാണ് സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സ്റ്റാഫിംഗ് റിലീസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ് നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ നഴ്സുമാർ നമുക്ക് കഴിഞ്ഞാൽ എത്ര കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ ഉണ്ട് അതിനനുപാതികമായിട്ട്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഓരോ ട്രീറ്റ്മെന്റിന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് നമുക്കറിയാം കാൻസർ ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഇപ്പൊ നമുക്കറിയാം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെയാണ്. അപ്പൊ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസുകളായിരിക്കും വരുന്നത്. അവർക്ക് അലോട്ടബിൾ ആയിട്ടുള്ള ബെഡ് എത്രത്തോളം ഉണ്ട്, അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റാഫുകൾ ചെയ്യണം. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും സ്റ്റാഫുകൾക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കാനുള്ളത്. അപ്പൊ അവർക്ക് ഷിഫ്റ്റിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് എന്താണ് സ്റ്റാഫിംഗ് റിലേസ് ഓൺ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ് നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. അതിനൊക്കെ അനുസൃതമായിട്ടാണ് സ്റ്റാഫുകൾക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. Self-care, minimum care, full care, intensive care. Because the care needs different from category to another. അതായത് നമ്മളിപ്പോ ഇത്രയും പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാഫുകളെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ചില പേഷ്യൻസ് എന്താണ് ഫുള്ളി കിടപ്പ് രോഗികളായിരിക്കും. അപ്പൊ അവരെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടാവും അല്ലെ. അതേസമയം സെൽഫായിട്ട് കൈകാര്യം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും, പേഷ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ മിനിമം ഫുൾ കെയർ കൊടുക്കേണ്ടവരുണ്ടാവും. പിന്നെ ഇന്റൻസീവ് കെയറിലുള്ള പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അവരുടെ ആ ശുശ്രൂഷ മനോഭാവം മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യാൻ. അതായത് ചില ഇതുകളിലൊക്കെ കൂടുതൽ സ്റ്റാഫുകളുടെ ആവശ്യകത വരാം. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നഴ്സുമാരുടെ ആവശ്യകതയോടുകൂടിയായിരിക്കും നിർവഹിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നഴ്സുമാരുടെ ആവശ്യകത ഉണ്ടാവില്ല. എന്താണ് മെഡിസിൻ എടുത്ത് കൊടുക്കാനോ ഇഞ്ചക്ഷൻ കൊടുക്കാനോ ഒക്കെ ആവശ്യകത ഉണ്ടാവുള്ളൂ. ബാക്കി അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് ഫുഡ് കഴിക്കുന്ന സംഭവങ്ങളൊന്നും ഇതൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്താണ് നഴ്സുമാരുടെ കൂടുതൽ ആവശ്യകത, അവരുടെ സേവനത്തിന്റെ ആവശ്യകത ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർ കിടക്കുന്ന രോഗികളും അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ടീവ് ആവശ്യമുള്ള രോഗികളെയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നഴ്സുമാരെ തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാര്യം നമ്മൾ പറയും. ഓക്കെ, ഹോസ്പിറ്റലില് കിടപ്പ് രോഗികള് അത് എത്രത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു ബെഡ് എത്രയും പേഴ്സൺസ് ആണ് ഇവിടെ അപ്പോയിന്റ്മെന്റ്സ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് ഇവിടെ വേണ്ടത്, അത് ഹാൻഡിൽ ചെയ്യാൻ എത്രത്തോളം സ്റ്റാഫുകൾ വേണമെന്നുള്ളതനുസരിച്ചിട്ടുള്ള കുറച്ച് സെന്റൻസിൽ പറഞ്ഞത്. വീണ്ടും നെക്സ്റ്റ് സെന്റൻസിൽ എടുത്ത് പറയുന്നുണ്ട് എത്രത്തോളം ബെഡുകൾ ഉണ്ടെന്ന് മാത്രമല്ല ചില ബെഡുകൾക്ക് ഉള്ള പേഷ്യൻസ് എന്താണ് കിടപ്പ് രോഗികളായിരിക്കാം. അതായത് ഫുള്ളി സപ്പോർട്ടീവ് ആവശ്യമുണ്ടാവുക നഴ്സുമാര്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം എത്രത്തോളം സ്റ്റാഫുകളുള്ള ആവശ്യകതയുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് പറഞ്ഞു. ഒന്നാമതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ നഴ്സുമാരുടെ ക്വാളിഫിക്കേഷൻ അതേമാതിരി ട്രെയിനിങ് നോക്കണം. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് എത്രത്തോളം ആവശ്യമുണ്ട്, പേഴ്സൺസിന് ആവശ്യകത ഉണ്ട് എന്നുള്ളത് ആ പേഷ്യൻസിന്റെ നിലവാരം കൂടി മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എന്നുള്ളത്. ഇനി വീണ്ടും പറയുന്നുണ്ട്, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്താണ് ഇത് ഈ പറഞ്ഞ ബ്രാക്കറ്റിലിട്ടേക്കുന്ന സെൽഫ് കെയർ, കെയർ, ഫുൾ കെയർ എന്നൊക്കെ പറയുന്നത് എന്താണെന്നത് വീട്ടിൽ പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്സ്. അതിൽ പറയുന്നത് എന്താണ് ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് ഈസ് ദ കെയർ ഗിവൺ ബൈ നഴ്സിംഗ് സ്റ്റാഫ് while working in the presence patient and related to the patient physical and psychological requirements. ചിലപ്പോ ചില പേഷ്യൻസിന് നമുക്കറിയാം ഇതെന്നൊക്കെ പറയുന്നത് എന്താണ് മെഡിസിൻ കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയി സേവനം കാഴ്ചവെച്ച് ഇറങ്ങി പോരാൻ പറ്റില്ലല്ലോ. ചില വർക്കുകൾ എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് വർക്കുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എത്രയും പെട്ടെന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോരാം. അതേസമയം രോഗി പരിചരണം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മെഡിസിൻ ഒക്കെ കഴിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യിക്കാൻ പറ്റില്ല.
കാരണം അവരെ ഒന്ന് നന്നായിട്ട് ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ എന്താണ് മെന്റലി ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടിങ്ങും കൂടി ആവശ്യമുണ്ടെങ്കിൽ അവര് ആ രീതിയിലൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ വേണം എന്താണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് വേണ്ടി വരും. അപ്പൊ അതാണ് ഡയറക്റ്റ് കെയറിൽ പറയുന്നത്. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ദ more dependent the patient on the nurse to conduct related activity. The more hours of nursing care is required for the patients. അത് ഡയറക്റ്റ് കെയറിലോ കുറെ സമയം അവിടെ ചെലവഴിക്കേണ്ടത് ഉണ്ടാവും അല്ലെ. മറ്റു സെൽഫായിട്ട് ചെയ്യുന്ന പേഷ്യൻസിനെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കെയർ ഉള്ള പേഷ്യൻസിന്റെ അടുത്ത് ധാരാളം സമയം ചെലവഴിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്കൊക്കെ എത്താറുള്ളത്. അവരുടെ എന്താണ് ചിലപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട, റൈസ് ട്യൂബിലൊക്കെ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതനുസരിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ തന്നെ കിടന്ന് അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനായിട്ടൊന്നും പറ്റാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചിരിച്ച് കിടത്തിയിട്ടൊക്കെ വേണം കൈകാര്യം ചെയ്യാനൊക്കെ. അതേപോലെ മൊബിലിറ്റി അവർക്ക് സ്വമേധയാ അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ പറ്റാതെ വരുന്നുണ്ടാവും. മറ്റേ മെഡിറ്റേഷൻ ചിലപ്പോൾ ചിലർക്ക് എന്താണ് ചില വായ തുറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഓർമ്മ അല്ലെ അവരുടെ മൈൻഡിലേക്ക് ചിലപ്പോ ദേഷ്യവും ഇതൊക്കെ വികാരങ്ങളൊക്കെ കടിച്ചമർത്തുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവരെ അനുസരിച്ചൊന്നും വരില്ല. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രചോദനം കൊടുത്തിട്ട് വേണം ഇവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. And the more dependent the patient is one of the nurse to conduct related activity. അവർക്ക് കൂടുതൽ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. The more hours of nursing care is required to the patient. കുറെ സമയവും ഈ പേഷ്യന്റിനോടൊപ്പം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതാണ് ഡയറക്റ്റ് കെയറിലുള്ള പേഴ്സൺസ്. ഈ ഇൻഡയറക്റ്റ് കെയറിലുള്ള ശുശ്രൂഷയിൽ എന്താ പറയുന്നത്? Those venture undertaken on the patient behalf but devoid from his presence. അവർക്ക് എന്താണോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മറ്റ് പ്രസൻസ് ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patients reports, recording, constructing discharge plans. അതായത് ഇവർക്ക് ചില കാര്യങ്ങൾക്ക് അതിന്റെ മാത്രമേ നഴ്സുമാരുടെ ആവശ്യകതയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടത് എന്തെങ്കിലും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് അസംബിൾ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോ എന്താ ഇതെങ്ങനെ ഈ മെഡിസിൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉപദേശവും ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഇന്ന രീതിയിലാണ് കഴിക്കേണ്ടത് നമ്മുടെ ഉപദേശ രൂപേണയുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് ആവശ്യകതയായിട്ടുണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ എന്താണ് റൈറ്റിംഗ് ആൻഡ് റിഗാർഡിംഗ് പേഷ്യൻസ് റെക്കോർഡ്സ്, അവരുടെ റെക്കോർഡ് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അതായത് ഇവർക്ക് എന്തെല്ലാം ഇന്ന രോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള റെക്കോർഡ്സ് വേണമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൺസ്ട്രക്ടിങ് ഡിസ്ചാർജ് പ്ലാനും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിതരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ആയിരിക്കും ഈ നഴ്സുമാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതായത് മറ്റ് വ്യക്തികളെ പോലെ ഡയറക്റ്റ് കെയർ ചെയ്യുന്ന പേഷ്യൻസിനെ അത്രയും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യകത എന്താണ് ഡയറക്റ്റ് കെയറിൽ ഉണ്ടായിരിക്കുക ഇല്ലാതെ. ഓക്കെയാണോ? അതായത് നമുക്ക് വായിച്ചു നോക്കാവുന്ന കുറച്ച് മനസ്സിലാക്കി പോകാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിക്കോളൂ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇന്ന് ക്ലാസ് കഴിയുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇത് ഒന്ന് വായിച്ചു നോക്കണം. എന്താന്ന് ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് പുതിയൊരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതെന്താന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഒന്ന് വായിച്ചു. പിന്നെ നിങ്ങൾക്ക് ഒന്ന് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ ഒക്കെ ഫോളോ ചെയ്ത് നോക്കണം എന്താണെന്നുള്ള കാര്യം. ഇനിയിപ്പോ സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, എത്രത്തോളം വ്യക്തികളെയാണ് നിയമിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. Staff development എന്താ പറയുന്നത്? Staff development is the process which is directed towards the personal as well as the professional growth of a nurse and other staff while they are employed by the health care. അതായത് അവർക്ക് അല്ലെ നമ്മളിപ്പോ പറഞ്ഞോ അവർക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്.
അപ്പൊ അവർക്ക് ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി അത് ആ ഡ്യൂട്ടിയിലൂടെ അവർക്ക് എന്താണ് കുറച്ചുകൂടി ആ നഴ്സുമാർക്ക് എന്താണ് കുറച്ചും കൂടി പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് വളർച്ച വേണ്ടി വരുന്നത് ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൊടുക്കേണ്ടതുണ്ട്. Staff development is the process which is directed towards the personal as well as the professional growth. പ്രൊഫഷണൽ തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ നഴ്സുമാർക്ക് ആവശ്യകതയുണ്ടാവും. ആൻഡ് അതർ സ്റ്റാഫ് വൈൽ ദി ആർ എംപ്ലോയ്ഡ് ബൈ ദ ഹെൽത്ത് കെയർ. അതിന് വേണ്ടിയിട്ടൊക്കെ മറ്റ് നമുക്കറിയാം ചില പ്ലേസുകളിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് അവർ ചില ടെൻഡൻസി കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നഴ്സുമാരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എയിമായിരിക്കും. അപ്പൊ അതൊക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഇത് റെഫേഴ്സ് ടു ഓൾ ദ ട്രെയിനിങ് ആൻഡ് education provided to enhance the job related and personal knowledge, skill and maintain of vested employees. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള നോളജ് കൂടുതലായിട്ടുള്ള കഴിവുകൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾക്കുള്ള നഴ്സുമാർക്കുള്ള കഴിവുകൾ കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കില്ലുകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വഴി പറയുന്നത്. അതെന്താണ് ഒബ്ജക്റ്റീവ്സ്? എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ നല്ല രീതിയിൽ കഴിവ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണ് വന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വന്ന് ചില ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് അവർക്ക് കൂടുതൽ ഏബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ എന്താണ് കൂടുതൽ പേഷ്യൻസിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ ഉത്പാദനം കൂട്ടാൻ സാധിക്കും. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സുമാരാല് നല്ല കെയർ, പേഷ്യന്മാർക്ക് നല്ല ഒരു കെയർ ഉറപ്പുവരുത്താൻ, സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. പിന്നെ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോംഡ് ബൈ സ്റ്റാഫ്. ഇങ്ങനെ അവരുടെ ക്വാളിഫിക്കേഷൻ വർദ്ധിപ്പിക്കാൻ വരുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ എന്താണ് വീണ്ടും അവർക്ക് എന്താണ് നല്ല ഒരു സംതൃപ്തി ഉണ്ടാവും. അതനുസരിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും നല്ല പ്രകടനം കാഴ്ചവെക്കും. Then orient the personal towards their care objectives, job duties, personal procedure. അതായത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ നോളജ് ഒക്കെ വരുമ്പോഴെന്താണ് നല്ല രീതിയിലൊരു നയനം അല്ലെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നല്ല ലക്ഷ്യം നേടിയെടുക്കുക, നല്ല രീതിയിൽ ജോലി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇത് സ്റ്റാഫ് ഡെവലപ്മെന്റ് വളരുമ്പോൾ എന്താണ് അവർക്ക് സംതൃപ്തമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് കൂടുതൽ ശ്രദ്ധയോടുകൂടി പേഷ്യൻസിന് സേവനം കൊടുക്കാൻ പറ്റും, അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി നയങ്ങൾ ഓക്കെ ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സ്വന്തമായിട്ടുള്ള കുറെ നയങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് സാധ്യമാകും എന്നുള്ളതാണ് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താന്നുള്ളതിന്റെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമുക്കിപ്പോ നേരത്തെ സ്റ്റാഫുകളെ കണ്ടെത്തേണ്ടത് കാര്യം പറഞ്ഞു, ജോലികളിൽ എങ്ങനെയാണ് എന്തൊക്കെ തൊഴിൽ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാഫുകളെ നിർണ്ണയിക്കണേന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ട്രെയിനിങ് ഒക്കെ കൊടുത്തതനുസരിച്ചിട്ട് വീണ്ടും അത് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് കൂടുതൽ പ്രചോദനം കിട്ടിക്കഴിയുമ്പോൾ എന്താണ് കൂടുതൽ നല്ല രീതിയിൽ അവരുടെ സേവനം കാഴ്ചവെക്കാനൊക്കെ സാധിക്കും. അപ്പൊ അത് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് ഈ വളർച്ച കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് is the training given to new employee by the employer in order to help in adjustment to their new job and familiarize with their new work environment and people who are working around them. അതായത് നമ്മൾ കണ്ടു അല്ലെ, ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു എന്നുള്ളത് അവരെ കണ്ടെത്തി ഓരോരോ മേഖല വഴിയാണെന്നുള്ളത് ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിക്കാം. ഓക്കെ, ഇപ്പൊ
അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയാണെന്നുള്ള പാർട്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ പറയുന്നത് എംപ്ലോയീസിന് നമ്മള് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഡെവലപ്മെന്റ് നടത്തുന്നത്? നല്ല സേവനം കാഴ്ചവെക്കാൻ അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ തൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ. അങ്ങനെ വരുമ്പോഴെന്താണ് ഓർഗനൈസേഷന് ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള മുൻനിർത്തിയിട്ടാണ് അവർക്ക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ ന്യൂ ജോബ് ആൻഡ് ഫെമിലാരിറ്റീസ്. അതായത് ഒരു ജോലിയിലേക്ക് അവരെ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സണെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ്. അവിടെയുള്ള ചുറ്റുവട്ടങ്ങളില് അവിടെ ഉപയോഗിക്കേണ്ട വസ്തുക്കളും എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരോടൊപ്പം മറ്റു ഡ്യൂട്ടി ചെയ്യുന്ന സ്റ്റാഫിനോടൊപ്പം തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ട്രെയിനിങ് അവേഴ്സിന് നമുക്കറിയാം അത് അമ്മായിട്ടൊപ്പം അവർക്ക് പൊരുത്തപ്പെട്ട് പോകാനായിട്ട്, അതായത് എല്ലാരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിത്ത് ദെയർ ന്യൂ വർക്കർ എൻവയൺമെന്റ് ആൻഡ് ദ പീപ്പിൾ who are working around them. അവരോടൊപ്പം തന്നെ ചുറ്റുവട്ടത്ത് നിന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അതിനോട് നല്ല ഒരു അടുപ്പം അറ്റാച്ച്മെന്റ് വരും. പിന്നെ നെക്സ്റ്റ് ഇവരുടെ കറക്റ്റ് ആയിട്ടുള്ള സമയം തുടങ്ങി അവർക്ക് നന്നായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ is the training given to new employee? പുതിയ എംപ്ലോയി ആണെങ്കിൽ by the employer in order to help adjustment. എംപ്ലോയർ തൊഴിലുടമ എന്ത് ചെയ്യണം? ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണം. എന്തിനു വേണ്ടിയിട്ട്? ടു ദ ന്യൂ ജോബ്, പുതിയ ജോലിയുമായിട്ട് ന്യൂ എംപ്ലോയറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് വഴി എന്താണ് സംഭവിക്കുന്നത്? ഫെമിലിയർ വിത്ത് ദെയർ ന്യൂ വർക്ക് എൻവയൺമെന്റ് ആൻഡ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് അറൗണ്ട് ദം. നമ്മളോടൊപ്പം എംപ്ലോയർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പുതിയ എംപ്ലോയറിന്റെ ജോലി, അതായത് മറ്റു നഴ്സുമാരോടൊപ്പം തന്നെ ഇവർക്ക് കൂടിയും ഒരു സമയം കൃത്യമായ ഒരു 1-2 മാസമാണെങ്കിൽ 1-2 മാസം ട്രെയിനിങ് അവരോടൊപ്പം തന്നെ നടന്ന് വർക്ക് ചെയ്യുമ്പോഴെന്താണ് അവര് വ്യക്തികളുടെയും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ അതിനോട് അടുപ്പം കൊടുക്കാൻ എന്താനായിട്ട് സാധിക്കുന്നത്. ഈ ജോബ് ഓറിയന്റേഷൻ അതിലെന്താ പറയുന്നത്? The process of making aware of an individual of his her role, responsibilities and relationship in the new work situation. It is an individualized training program meant to get a newly hired employee or familiarized with their responsibilities. അതായത് ഇതിലെന്താണ് ജോബ് ഓറിയന്റേഷൻ? അവരെ ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുകയാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം. ഇതിന്റെ പേഷ്യൻസ് വരുമ്പോൾ നിങ്ങളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളോടെയും ഏൽപ്പിക്കുമ്പോഴെന്താണ് ഈ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് ഇവര് ജോലി ചെയ്യുകയും അങ്ങനെ വരുമ്പോഴെന്താണ് അവര് ആ ജോലിയോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സന്നദ്ധരാകുകയും ചെയ്യുകയാണ്. ജോബ് ഓറിയന്റഡ് എന്ന് പറയുന്നത് ദ പ്രോസസ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിസ് ഹെർ റോൾസ്. അവരുടെ ആ റോളുകൾ എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കും, അവെയർ ചെയ്യും. Then responsibilities and relation in the new work situation. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ആ ജോലി ആ സിറ്റുവേഷൻ ആ വർക്ക് അവരെ ഏൽപ്പിക്കുന്നു. It is an individual's training program meant to get a newly hired employee more familiarized with their responsibility. അപ്പൊ ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പുതിയ തൊഴിലാളികൾ എന്താണ് അത് ആ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താണ് അവരോട് അതാണ് ജോബ് ഓറിയന്റേഷൻ വർക്ക്. ഇൻഡക്ഷൻ ട്രെയിനിങ്ങില് ആ ജോലിയോടൊപ്പം തന്നെ ഇവരെ ജോലി ചെയ്യുന്നു, ഇവര് ജോലി ചെയ്ത് പോകുന്നു. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അവര് ക്യാച്ച് ചെയ്യുന്നു. അതേസമയം ജോബ് ഓറിയന്റേഷനിൽ ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുന്നുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ ചെറുതായിട്ട് ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരുടെ ഡ്യൂട്ടി എന്താന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്താ പറയുന്നത്? ആസ് educational experience planned before to provide in the job setting and closely identified with the service in order to help person discharge his duties more effectively as a person as a worker. This is the same planned instruction or training programs given by employee agency in the employment city. അതായത് നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ ഇത്രയും നിങ്ങൾ നാളെ ഡ്യൂട്ടിക്ക് കയറിപ്പോ ഇന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി, ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നതിന് പകരം ഇൻസ്ട്രക്ഷൻസ് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ ആ കാര്യം ചെയ്യണം, നിങ്ങൾ പേഷ്യൻസിനെ കണ്ടിട്ട് ആദ്യം എങ്ങനെ ചെയ്യണം, ഇവരെ ഈ ഡ്യൂട്ടിയിലൊക്കെ അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിച്ചു കൊടുത്തുകൊണ്ട്
അവരെ കൊണ്ട് ജോലിയിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയാണ് ഇന്റർ സർവീസ് എഡ്യൂക്കേഷൻ. An educational experience planned before providing in the job setting and closely identified with the service in order to help a person discharge his duties more effectively as a person and as a worker. Worker ആയിട്ട് തന്നെ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. It is thus a planned instruction. ഈ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. Which given by an employee agency with the employment setting. അതായത് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട എംപ്ലോയി ഏജൻസിയാണ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഇനി കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതായത് നിങ്ങളിത് മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മള് നേരത്തെ കണ്ടതെല്ലാം നഴ്സുമാരെ കണ്ടെത്തുക അല്ലെങ്കിൽ നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. അവര് അപ്പൊ നഴ്സുമാർ എത്രത്തോളം ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇരിക്കുന്നവര് ഏത് തരത്തിലുള്ള ജോലിക്കാണ്, അപ്പൊ ആ ജോലിക്ക് എങ്ങനെയുള്ള നഴ്സുമാരെയാണ് വേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി എന്താണ് നമ്മള് വീണ്ടും ഈ സ്റ്റാഫുകളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും അതിന്റെ ഇടയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതെന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നേരെ കുറച്ച് കൂടുതൽ സ്റ്റാഫുകളെ ആവശ്യമുള്ള കാര്യം എന്താണ്, കുറച്ച് സ്റ്റാഫുകളെ ആവശ്യമുള്ള കാര്യം എന്താണെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഡയറക്റ്റ് കെയർ ഇൻഡയറക്റ്റ് കെയർ പറയുന്നത്. ഇനി ഈ സ്റ്റാഫുകൾക്ക് ഒരു നോളജും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, അവർക്ക് കുറച്ചും കൂടിയും ഒരു ഇൻട്രസ്റ്റീവ് ആയിട്ടല്ലേ ഒരു ട്രെയിനിങ് ആവശ്യം. അപ്പൊ എന്നാൽ മാത്രമാണ് അവര് ആ ജോലിയോട് ഏബിളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള പല തരത്തിലുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളുണ്ട്. അതിനൊന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്. ഇൻഡക്ഷൻ ട്രെയിനിങ്ങില് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ അവര് അതുമായി ബന്ധപ്പെട്ട് ലയിച്ചു പോവുകയാണ്. ഇന്ന കാര്യമാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോവുകയാണ്. ഇനി നെക്സ്റ്റില് ജോബ് ഓറിയന്റേഷനിൽ എന്താണ് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടി ഏൽപ്പിക്കുന്നത്. വെറുതെ ജോലി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ചെയ്തില്ല എന്നുള്ള ഒരു നേച്ചർ അല്ല. ഇത് റെസ്പോൺസിബിലിറ്റി കൂടി കുറച്ച് ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇന്ന കാര്യം ചെയ്യേണ്ടത്, ഇന്ന കാര്യം നിങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ മറ്റു ഡ്യൂട്ടികളും കൂടി ഇവര് മനസ്സിലാക്കി പോയിട്ട് എന്താണ് ആ ഡ്യൂട്ടികളോട് ചെയ്യുന്നത് ഇൻട്രസ്റ്റീവായിട്ട് വരുന്നതാണ്. തന്നെ ഈ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സ് വന്നാൽ ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് ഈ നിർദ്ദേശങ്ങളെ പാലിപ്പിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയായിട്ട് കാച്ച് ചെയ്ത് അതിലേക്ക് ലയിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. പിന്നെ നെക്സ്റ്റില് പറയുന്നതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് is all the learning activities that happen after an individual has completed his basic education. It involves planned learning, experience beyond a basic education. അതായത് നമുക്കറിയാം മിക്കവാറും നഴ്സിംഗ് സ്ഥാപനങ്ങളിലെല്ലാം എന്താണ് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്, എഡ്യൂക്കേഷൻ മാത്രമാണ് കൊടുക്കുന്നത് അല്ലെ, ഡിഗ്രി. അതിനോടൊപ്പം തന്നെ ചില നഴ്സിംഗ് സ്ഥാപനങ്ങൾ എന്താണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷന്റെ ആവശ്യകതയുണ്ട്. അതായത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് പഠിച്ച് കുറച്ച് നാൾ തൊഴിലൊന്നും പോയില്ലെങ്കിൽ എന്താണ് അത് പ്രാക്ടിക്കലായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ കൂടി പഠിച്ചതനുസരിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടി നോളജ് ഇവര് ആർജിച്ചിരിക്കേണ്ടതുണ്ട്. അതെടുക്കുന്നതാണ് ഈ ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual and completed his basic education. ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന് ശേഷമാണ് ഇവര് ഇതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള നോളജ് ഒക്കെ നേടിയെടുക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ബിയോണ്ട് എ ബേസിക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഇതെങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ഈ എഡ്യൂക്കേഷന് ശേഷം മാത്രമാണ്, എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് ഇത് നേടിയെടുക്കുന്നത്. അല്ലാതെ പ്രാക്ടിക്കലി ഇല്ലാതെ കുറച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് കൊടുക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് എന്ത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പറയുന്നത്. അതായത് നമ്മളെ ചിലപ്പോൾ ഇന്റേൺഷിപ്പും പോകുന്നതൊക്കെ പറയുന്നു. അപ്പൊ കുറച്ച് നാളത്തേക്ക് അവിടെ ജോലി ചെയ്തിട്ട്
അവിടെ അതിൽ നിന്ന് അവര് ഇത് നേടിയെടുക്കുന്നതാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് പോയിന്റിലോട്ട് പോട്ടെ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ചെറിയൊരു 4 പോയിന്റ് ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. നല്ല ഒരു, നമുക്കറിയാം ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താണ് നല്ലൊരു ഇതല്ലേ, അവർക്ക് ഒരു പേടിയൊക്കെ മാറും, ഇന്നയാണല്ലോ ചെയ്യേണ്ടത് എന്നുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു 4 പോയിന്റ് ആണ് പറഞ്ഞു പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേറ്റ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതിൽ എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത് ജനറേറ്റ് പോസിറ്റീവ്. ഞാൻ പ്രൊനൗൺസ് ചെയ്തതിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നോ? അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത് ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. അതായത് ഓർഗനൈസേഷന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവർക്ക് ആറ്റിറ്റ്യൂഡ് നേടിയെടുക്കാൻ സാധിക്കും. ട്രെയിനിങ് ഒക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചിരിച്ചു കഴിയുമ്പോൾ എന്താണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നേടാൻ സാധിക്കും. ഓക്കെ, ഇനി ഡ്യൂട്ടിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ ആയിട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നേരത്തെ ഒരു 2 മാസത്തെ 3 മാസത്തെ ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ ട്രെയിനിങ്ങിൽ മറ്റുള്ളവരെയൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു ഓപ്പൺ ചാനൽ സജ്ജമാകും. ദെൻ പാസ് ഓവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. അതേമാതിരി തന്നെ നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ മറ്റുള്ളവരിൽ നിന്ന് നേടാൻ അതേമാതിരി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പാസ് ഓവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. Then easy access to knowledge. കോളേജസ് അതായത് നമുക്കറിയാം സഹപ്രവർത്തകരിൽ നിന്ന് കുറെ നോളജ് ഒക്കെ അല്ലെ, നല്ല അറിവ് നേടിയെടുക്കാനൊക്കെ ആയിട്ട് എളുപ്പം സാധിക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടും. അതായത് നമുക്കറിയാം ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് ബേസിക്കലി അവർക്ക് മാറ്റുള്ളി പൊരുത്തപ്പെട്ട് പോകാനായിട്ടുള്ള ഒരു അവകാശം കിട്ടും. മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു അവകാശം കിട്ടും. അതേമാതിരി തന്നെ മറ്റുള്ള സഹപ്രവർത്തകരിൽ നിന്ന് നല്ല നോളജ് അല്ലെ, നിങ്ങൾ ഇന്ന ഒരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ കുട്ടിയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ സമയം പോകും. വിചാരിച്ചത് ചില നഴ്സുമാരെ കണ്ടിട്ടില്ല, അവര് പേഷ്യൻസിനെ നോക്കാനായിട്ട് കയറുമ്പോഴും പല ഡ്യൂട്ടികളും പ്രഭാവം ചെയ്തവർ പോകും. ചില നഴ്സുമാര് ചിലപ്പോ ആണെങ്കിൽ അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയതില്ല. ചിലപ്പോ അത് അവരുടെ ഫസ്റ്റ്ലി എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ടൈം ഷെഡ്യൂളിൽ കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് സാധ്യമാകുന്നത്. അപ്പൊ അവര് ആ നോളജ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സഹപ്രവർത്തകരോടൊപ്പം ചെന്ന് ഇങ്ങനെയൊക്കെ ട്രെയിനിങ് ഒക്കെ സമ്പാദിക്കുമ്പോൾ ചില അവർക്ക് നല്ല നോളജ് ഒക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം എന്താണ് ഗുണങ്ങൾ സ്റ്റാഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു അങ്ങനെ അതുമായി ഏതൊക്കെ നഴ്സുമാരുണ്ട് സിസ്റ്റം. അപ്പൊ നമുക്ക് വേറൊരു PDF കൂടി എടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു ജസ്റ്റ് ഒരു പോയിന്റും കൂടി പറഞ്ഞു നിർത്തിക്കോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഒരു മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പറയുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത അതിൽ എടുക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ
പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. നഴ്സിംഗ് ഹയറാർക്കിയും കൂടിയും അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ തീർക്കാനായിട്ട് സാധിച്ചത്. അപ്പോ വേറെ എന്തെങ്കിലും അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് വായിച്ചു നോക്കുക എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. അതിന്റെ സ്റ്റാഫിങ്ങും അതേമാതിരി തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ്, അതായത് നഴ്സുമാരെ കണ്ടെത്തേണ്ടതും അതേമാതിരി തന്നെ ഹോസ്പിറ്റലിലെ വേക്കൻസി അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതുമുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇംപ്രൂവ്മെന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ പ്രത്യേകതകൾ, പിന്നെ ടൈപ്സ് ഓഫ് പേഷ്യൻസ് കെയറിംഗ് ടൂൾസ്, സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ആ സ്റ്റാഫ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റും അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റുമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായാലും വായിച്ചു നോക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം ഒന്നുകൂടെ പറയാനാണോ ഉദ്ദേശിച്ചത്? പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ ആ ഒരു ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ സേവനം, അപ്പൊ കുറച്ച് പേഷ്യൻസിന് കൂടുതൽ അവർക്ക് സേവനം ചെയ്ത് നല്ല ഒരു സേവനത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. കുറച്ചും കൂടി കൂടുതൽ കാര്യക്ഷമമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സ്, അവർക്ക് നല്ല സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ തന്നെ കെയർ ചെയ്ത് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കറിയാലോ അവർക്ക് പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ നല്ല സുരക്ഷിതമായിട്ടുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും. എൻഷുർ സാറ്റിസ്ഫൈ ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്, അതേമാതിരി തന്നെ തൃപ്തികരമായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവർ പോണെങ്കിൽ ഒരു തൃപ്തികരമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. Then orient the person towards their care objectives, job duties, personal policies. അതായത് എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഒരു പേഷ്യന്റ് വന്നാൽ കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എന്താണ് ലക്ഷ്യമിട്ട് ചെയ്യുന്നത്, ആ പേഷ്യന്റ് എങ്ങനെയാണ് എന്ത് ശുശ്രൂഷയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ജോലിയാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും നയങ്ങൾ. നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയും കുറെ മാനദണ്ഡങ്ങളൊക്കെ ഒരു ഇതുകളുണ്ട് അല്ലെ, ഒരു ഫോളോ അപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ട്രെയിനിങ് രീതിയിലാണ് ഇവർക്ക് അത് ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോളിസി നയങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. ഓറിയന്റ് പേഴ്സൺ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, അവരുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നയിക്കാനായിട്ട് എങ്ങനെയാണ് ഈ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് വരെ എത്തിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള എല്ലാ നയങ്ങളും ജോലികളും ലക്ഷ്യം എന്താണ്, ഈ പേഷ്യന്റിനെ എന്താണ് ഈ പേഷ്യന്റ്, ഇപ്പൊ ചില പേഷ്യൻസ് ചില ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഇവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. Orient the person towards their care objectives, job duties, personal policies. ഇതെല്ലാം എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ ആണോ? കിട്ടിയോ? ആയോ? ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.